വാർത്തകളിലേക്ക് തിരിച്ചു വരാം. നേര് നുണക്കോട്ടകൾക്ക് തീക്കെടുത്താൻ ജനാധിപത്യത്തിന്റെ ഉത്സവം പുരോഗമന കലാസാഹിത്യ സംഘം സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവണതകൾക്കെതിരെ ശബ്ദമുയർത്താൻ പുരോഗമന കലാസാഹിത്യ സംഘവും യുവ കലാസാഹിത്യവും ചേർന്ന് സംഘടിപ്പിച്ച ജനാധിപത്യത്തിന്റെ ഉത്സവം കൊടുങ്ങല്ലൂർ സാംസ്കാരിക കൂട്ടായ്മയോടെ ശ്രദ്ധേയമായി. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വിവിധയിടങ്ങളിൽ നടക്കുന്ന ജനാധിപത്യോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സംഗമം കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ വെച്ച് നടന്നു. അനീതികൾ ഭരണകൂടം തന്നെ ചെയ്യുമ്പോൾ സാധാരണക്കാരുടെ നിലവിളികൾ കേൾക്കാത്ത ഒരു കെട്ട കാലത്തും കവിതകളും കഥകളും നാടകങ്ങളും സിനിമകളുമൊക്കെ പ്രതീക്ഷയും പ്രതിരോധവും നൽകുന്നുണ്ടെന്നും എന്നാൽ ഫാസിസ്റ്റ് ഭരണകൂടം ഇതിനൊക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെന്നും സംഘാടകർ അഭിപ്രായപ്പെട്ടു. മൗനം സമ്മതമായി കണക്കാക്കരുതെന്നും രാജ്യത്തെ രക്ഷിക്കാനും ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരുവാനും ഒത്തുതീർപ്പുകളില്ലാത്ത പോരാട്ടം നടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും അവർ ആഹ്വാനം ചെയ്തു. മതേതര ജനാധിപത്യ വിശ്വാസികളെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ജോയ് ഫൗണ്ടേഷൻ, ഫിലിം സൊസൈറ്റി, ക്രിയേറ്റീവ് സെക്യുലർ ഡൊമസ്റ്റിക് ഫോറം, തിരുവള്ളൂർ തിയേറ്റേഴ്സ്, നാട്ടിൻപുറങ്ങളിലെ മതേതര സാംസ്കാരിക ക്ലബ്ബുകൾ തുടങ്ങിയവരെയും ഒന്നിപ്പിച്ച് നടത്തിയ കൂട്ടായ്മയിൽ ഇനി നമ്മൾ വേറിട്ട് നിൽക്കേണ്ട കാലമല്ല എന്ന മുദ്രാവാക്യമുയർത്തി പാട്ടുകൾ, സംസ്കാരങ്ങൾ, കവിതകൾ, നാടകങ്ങൾ, സിനിമകൾ തുടങ്ങിയ ഫാസിസ്റ്റ് ഭരണകൂടം ഭയക്കുന്നതെന്തും ചർച്ചാ വിഷയമാക്കുന്ന ഒരു വേദിയായി ജനാധിപത്യത്തിന്റെ ഉത്സവം മാറി. മനുഷ്യരെ പോലെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനുള്ള ഒത്തുചേരലായി ഇത് വിലയിരുത്തപ്പെട്ടു. പ്രശസ്ത കവിയും ചിന്തകനുമായ ഡോക്ടർ സി രാവുണ്ണി സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്തു. ലോക സമാധാനം കാലങ്ങളിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണെന്നും യുദ്ധം ആരും ആഗ്രഹിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികൾ പോലും യുദ്ധത്തിന്റെ ഭീകരതയെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ ലോകമെമ്പാടും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ഓരോ രാജ്യവും വാർഷിക ബജറ്റിൽ വലിയ തുക ആയുധങ്ങൾക്കായി നീക്കിവെക്കുന്നു. ഈ തുകയുടെ 15% ഉപയോഗിച്ചാൽ ലോകത്തിലെ പട്ടിണി മാറ്റാൻ കഴിയും. എന്നിട്ടും യുദ്ധത്തെ അനുകൂലിക്കുന്നത് ഭ്രാന്താണെന്ന് ഡോക്ടർ സി രാവുണ്ണി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ശക്തമായി അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ സഖാവ് ടി കെ രമേശ് ബാബു സ്വാഗതം പറഞ്ഞു. ഉഷാദേവി മാരയിൽ അധ്യക്ഷത വഹിച്ചു. സ്നേഹവും സൗഹൃദവും സാഹോദര്യവും മനുഷ്യ സ്നേഹവും മനുഷ്യനായി ജീവിക്കാനുള്ളതായ ആ കഴിവും അവിടെ നിന്ന് ലഭ്യമാകുന്നു. അതുപോലെ തന്നെ ഗുരുദക്ഷിണയായി കൊടുത്തത് ശംഖാസുരൻ ഗുരുവിൻ്റെ പുത്രനെ ദത്തനെ കട്ടുകൊണ്ടുപോയിട്ട് ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ട് അതിനെ ത്യാഗം സഹിച്ച് കണ്ടെത്തിക്കൊണ്ടുവന്ന് ഗുരുദക്ഷിണയായി സമർപ്പിക്കുകയാണ് ചെയ്തത്. ഇത് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ കുട്ടികളിലെ ഇന്നത്തെ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൻ്റെ വിള്ളലുകളെ ഓർമ്മപ്പെടുത്താനാണ്. അത് മാറ്റിയെടുക്കണം. യുവതലമുറ, നമ്മുടെ മക്കളാണ് നമ്മുടെ സമ്പാദ്യം. നമ്മുടെ മക്കളാണ് നമുക്ക് സമ്പാദ്യമായിട്ടുള്ളത്. അവർ നന്നായി വരണം. ഒരാൾ നന്നായാൽ അടുത്ത ആൾ നന്നാവും. സഖാക്കൾ സി സി വിപിൻ ചന്ദ്രൻ, മുസ്താഖ് അലി, ജയത്രൻ, ടി എ ഇക്ബാൽ, രാമൻ കളരിക്കൽ, കെ എം ബേബി, സുനിൽ ദത്ത്, ഷാജു എന്നിവർ സംസാരിച്ചു. സുധീർ ഗോപിനാഥ് നന്ദി പ്രകാശിപ്പിച്ചു. നിരവധി സാംസ്കാരിക പ്രവർത്തകരും ജനാധിപത്യ വിശ്വാസികളും പരിപാടിയിൽ പങ്കെടുത്തു. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനും ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരെ പോരാടാനും എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് യോഗം ആഹ്വാനം ചെയ്തു.